Hello, good morning guys. Welcome back to my channel. This is Gopika signing in. Go and watch my video. Hey guys, good morning. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാണ് ഗൈസ്. അമ്പലത്തിൽ പോയി തൊഴുത് നേരെ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് ഐറ്റമൊന്നുമില്ല. അപ്പോൾ പോയിട്ട് അങ്ങനെ ഗൈസ് രാവിലെ എഴുന്നേറ്റ് ഈ സൂര്യൻ്റെ വെട്ടവന്മാരോടൊന്നും രസമാണ്. നേരെ ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് ഗൈസ്. അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാം. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങി ചന്ദനക്കുതിയൊക്കെ ആയിട്ട് ഇറങ്ങി നല്ല ഭംഗിയുണ്ടല്ലേ. സൂര്യൻ്റെ വെട്ടത്തിൽ ഇച്ചിരി കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് നേരെ ഞാൻ വിട്ടു ഗൈസ് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയി. അങ്ങനെ ചെങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ കയറി ടിക്കറ്റ് എടുത്തു. ഈ ടിക്കറ്റ് ഇതെനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് പണിയാട്ടോ. ചെമ്മം ചെയ്താൽ സ്കാൻ ആവില്ല. എന്താണ് ഗൈസ് എനിക്ക് മാത്രമേ ഈ അവസ്ഥ വരുന്നത്. ഞാൻ ഈ സാധനം ആക്സസ് ചെയ്യാൻ നോക്കിയിട്ട് ചെമ്മ ചെയ്താൽ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ആ പോലീസ് ചേട്ടൻ വന്നിട്ട് ആക്സസ് ചെയ്തിട്ടാണ് എൻ്റെ ഈ കാർഡ് ആക്സസ് ആയത്. അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ മെട്രോ എത്തി. ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം പാസ്പോർട്ട് ഞാൻ എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ ഇറങ്ങി നേരെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവാണ് ഗൈസ്. പിന്നെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. ഇപ്പുറത്ത് വന്നിരുന്നു. ബസ്സൊന്നും കിട്ടിയില്ല. കുറേ നേരം നോക്കിയിട്ടും ബസ്സൊന്നും വരുന്നില്ല. ലാസ്റ്റ് സമയമായതുകൊണ്ട് നേരെ ഓട്ടോ പിടിച്ചു ഗൈസ്. കയ്യിൽ കാശില്ല, പക്ഷെ എന്നാലും എങ്ങനെയോ പിടിച്ചു. അങ്ങനെ നമ്മൾ നേരെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ പാസ്പോർട്ട് ഓഫീസിൽ നമ്മളെത്തി ഗൈസ്. അധികം ഡിലേ ഒന്നും വന്നില്ല. സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അപ്പം തന്നെ ഇച്ചിരി നേരം കണ്ട് ഡിലേ വന്നു. പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് SLCയുടെ മെയിൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, ഒറിജിനൽ വേണമായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല, മറന്നു. ഇനി വേറെ ദിവസം വരണം. അങ്ങനെ പാസ്പോർട്ടിലെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ്. ബസ് കിട്ടി, ബസ്സിൽ കയറി. ഈ ബസ്സിൽ പാട്ട് കേട്ടുകൊണ്ട് പോകുന്നൊരു ഫിലിം വേറെയാണ് ഗൈസ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് പോയിരുന്നു. അപ്പോഴെനിക്ക് മയക്കം വന്നു. നല്ലോണം മയക്കം വന്ന് ഞാൻ കിടന്നുറങ്ങി. നല്ലോണം ഉറങ്ങി. കണ്ണ് തുറന്നപ്പോൾ നമ്മുടെ സ്ഥലം എത്തി, കലൂർ. അങ്ങനെ കലൂർ ക്രോസ് ചെയ്ത് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് ഗൈസ്. അതിന് മുമ്പേ കുറച്ച് ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കുക. നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നേരെ ഇനി ഹോസ്റ്റലിലേക്ക്. ഹലോ, ഞാൻ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി ശരിക്കും കഴിഞ്ഞിട്ടില്ല. കുറച്ച് പരിപാടികളുണ്ട്. അത് വേറെ ദിവസം ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകാമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് സംഭവങ്ങളെല്ലാം നടത്തി ചില്ലാകേണ്ടത്. പക്ഷേ എന്നാലും പെട്ടെന്ന് റെഡിയാക്കി തന്നു. പിന്നെ എൻ്റെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കോ. എനിക്ക് SLCയുടെ ഒറിജിനൽ കോപ്പി ഒറിജിനൽ വേണമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും പാസ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ അഥവാ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ തന്നെ മെയിനായിട്ട് SLCയുടെ ഒറിജിനലും നമ്മുടെ അഡ്രസ്സ് കാണിക്കുന്ന ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ ഒറിജിനൽ എടുത്തുകൊണ്ട് പോവുക. മറക്കരുത്. ഞാൻ ഇനി വേറെ ദിവസം പോയിട്ട് രാവിലെ കൊണ്ട് കൊടുക്കണം. അതൊരു ടാസ്ക്കാണ്. ഇപ്പം ഹാഫ് ഡേ എടുത്തേക്കുന്നത്. ഉച്ച കഴിയുമ്പോൾ നേരെ ഓഫീസിലേക്ക് പോകണം. 1:30 ആകുമ്പോൾ ഓഫീസിൽ ചെക്ക് ഇൻ ചെയ്യണം. ഇല്ലെങ്കിൽ എൻ്റെ ഹാഫ് ഡേ പോയിട്ട് ഫുൾ ഡേ ആക്കും അവർ. ഓക്കെ,
അപ്പോൾ ഞാൻ പോയി ഒന്ന് ഫ്രഷായിട്ട് നേരെ ഓഫീസിലേക്ക് പോകും. ഹേയ് ഹലോ, നേരെ ഓഫീസിലേക്ക് പോവാം. ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ എല്ലാം തീർത്തിട്ട് തിരിച്ചു വരാം. ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് ഉണ്ടായിരുന്നത് ഞാൻ പോയപ്പോൾ തീർന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കടയിൽ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് ഒറ്റു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓട്ടോക്കാരനോട് അപ്പുണ്ട്. പിന്നെ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഒരു 10 രൂപ വരെ എനിക്ക് ടിക്കറ്റിന് ബസ്സിന് പോകാൻ എൻ്റെ കയ്യിലില്ലാന്ന് പറഞ്ഞു. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ പറയാം കുഴപ്പമില്ല നമ്മുടെ മോളയിലില്ലെങ്കിലും 10 രൂപയല്ലേ വെച്ചോ, എനിക്ക് പിന്നെ തന്നാൽ മതി, അല്ലെങ്കിൽ തരണ്ട പൊക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടു. പക്ഷേ എന്താ പറയുക, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊടുത്തു. നല്ലൊരു മനുഷ്യൻ, എന്താ പറയുന്നത്, ഇച്ചിരി പ്രായമുണ്ട് പുള്ളിക്ക്. എനിക്ക് ശരിക്കും സന്തോഷമായി. കാരണം ഞാൻ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. കാരണം സമയമായി എനിക്ക് ഓഫീസിൽ കയറാൻ വേണ്ടിയിട്ട്. എനിക്ക് എങ്ങനെയൊക്കെയോ ഗൈസ് അത് വന്ന് അത് പെട്ടെന്ന് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഇതാക്കി ഞാനിവിടെ എത്തി. അപ്പം ഓഫീസിൽ കയറുക. ബൈ. എൻ്റെ ഫുഡ് എത്തി. ഫുഡ് ഞാൻ എടുത്തിട്ട് താമസിച്ചു വരും. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞ് ഞാൻ അത് പാർക്കിലെത്തി ഗൈസ്. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടും കഴിഞ്ഞ് കുറച്ച് ലേറ്റായി ഗൈസ്. ഇന്ന് വർക്കൗട്ടും കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വേറെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഇന്ന് എങ്ങനെയൊക്കെയോ പോയി. ഞാൻ ഓക്കെ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ, രാവിലെ എഴുന്നേറ്റ് പോയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. പിന്നെ വിശേഷങ്ങൾ ഇനി അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.